അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലെ മറ്റേ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കാളിമലയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്താണ് വരേണ്ടത്. നമുക്ക് ഇവിടെ നല്ല വ്യൂ പോയിൻ്റാണ്, കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല മുട്ടക്കുന്ന്, നല്ല സൂര്യ ഉദയം, പിന്നെ നമ്മുടെ സ്വന്തം ഡാമിൻ്റെ പശ്ചാത്തലം, ക്ഷേത്രം, കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടാം, പിന്നെ ഇവിടുത്തെ കുറച്ച് ലൈവ് വീഡിയോസ് ഇടാം. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഈ മോർണിംഗ് തന്നെ വരണം. അടിപൊളി നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയാണ്. ഉറപ്പായിട്ടും വരണം ഇവിടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇവിടുത്തെ വ്യൂ ആണ്. അടിപൊളി അടാറ് വ്യൂ തന്നെയാണ്. വൈബ് ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും സ്ഥലത്ത് വരണം. പിന്നെ നിങ്ങൾ മറന്നു പോകാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇൻസ്റ്റയും കൂടി ഫോളോ ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ കാളിമലയിൽ നിന്ന് നമ്മൾ കുരിശുമലയിൽ പോവുകയാണ്. നല്ല ട്രക്ക് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. കാളിമലയിൽ ട്രക്ക് ചെയ്ത് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. കുരിശുമലയിലും ഏകദേശം അത്രയും ദൂരം തന്നെയുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് റെസ്റ്റൊക്കെ ചെയ്യാം. നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മൾ താവട്ടം തിരിയുന്നത്, താഴെ തിരിഞ്ഞ് പോകുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ള വൈബ് അടിപൊളി തന്നെയാണ്. സീനറി പൊളി തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെയൊക്കെ വരണം. കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. നമ്മളെ കേരളം തമിഴ്നാട് ബോർഡറാണ്. കുറച്ച് ട്രക്ക് ചെയ്ത് വരാനുണ്ട് നമുക്കിങ്ങോട്ട്. ഏകദേശം 2 കിലോമീറ്ററാണ് പറയുന്നത് ട്രക്ക് ചെയ്ത് വരാൻ. വന്നാൽ പൊളി സ്ഥലം തന്നെയാണ്. നമുക്ക് നല്ല വ്യൂ പോയിൻ്റാണ്. ഇവിടെ പിന്നെ വെയിലിറക്കുന്ന മുമ്പ് വരണം, അല്ലെങ്കിൽ ഭയങ്കര മൊട്ട വെയിലത്ത് നിന്ന് സ്ഥലം കാണേണ്ടി വരും. അപ്പം നമ്മളെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ കുരിശുമലയല്ല, ഇത് ആഴിമലയാണ്.
അവിടെ എത്തി. നമ്മൾ സൂര്യ നമ്മളെ കൃത്യം അടുത്ത് തന്നെ ഉണ്ട്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ വീഴും. നമ്മൾ വന്ന് കാണുന്നതാണ് കുരിശുമല. ആൾക്കാർ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ആഴിമലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് വരുന്ന ഒരു പൊടി പോലും കാണില്ല. അപ്പോൾ നിൽക്കുന്നവരൊക്കെ സൂക്ഷിച്ച് നിൽക്കുക. ഇവിടെയും പൊളി തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള വ്യൂവും ട്രക്കിങ്ങൊക്കെ നമുക്ക് കാണാം. നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ടെലഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം. അപ്പം നമ്മൾ വന്നറിഞ്ഞ് ഇവിടെ കുറച്ച് തുമ്പികൾ പറന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ളതും തമിഴ്നാട്ടിലുള്ളതും എല്ലാവരും ഉണ്ട് ഇവിടെ. നമുക്ക് എല്ലാവരെയും വീട്ടിൽ പലതും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറന്നു പോകാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ കാളിമലയും കുരിശുമലയും എല്ലാ മലയും കയറിയാണ് തിരിച്ച് നമ്മൾ നടന്നു പോയാണ്. ഇവരൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. കേരളം, തമിഴ്നാട്ടിൽ നിന്നുണ്ട്. കേരളത്തിൽ നിന്ന് കൊല്ലത്തിനകത്തുവരെയുള്ള ആൾക്കാരുണ്ട്. ഇതാണ് നമ്മൾ കഞ്ഞി കഴിച്ച ആളിതാണ്. നമ്മൾ ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് തന്ന സ്ഥലമാണിത്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ട്രക്കിങ്ങാണ്. നമുക്ക് മസ്റ്റായിട്ട് ഷൂ ഇട്ടാൽ നിങ്ങൾ കയറാൻ ശ്രമിക്കുക. പിന്നെ വണ്ടി മുകളിൽ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം വണ്ടി പിരിഞ്ഞു പോവും ബൈക്ക് വരുന്നവർ. പിന്നെ കൊണ്ടുവരില്ലെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പലരും വണ്ടി മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണാം വണ്ടി താഴെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരണം. കാരണം അടിപൊളി വൈബ് തന്നെയാണ്. കാരണം കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് അടിപൊളി വ്യൂ ഉണ്ട്, നല്ല നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ കയറുന്നവർക്ക് അടിപൊളിയാണ്. നമ്മൾ ഈ കൈ കുലുങ്ങുന്നത് നല്ല കുഴിയാണ് താഴോട്ട് ഇറങ്ങി പോകുന്നത്. അതാണ് കൈയിൽ കുലുങ്ങുന്നത്. എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. ഇതിൽ തന്നെ പല യൂട്യൂബേഴ്സും ഉണ്ട്. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയിട്ടുണ്ട്. ഇവിടെ കടയേ ഉള്ളൂ. ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ വല്ലതൊക്കെ വെള്ളമൊക്കെ കുടിച്ചു വേണം. അപ്പം താഴോട്ട് നമുക്ക് ട്രക്ക് ചെയ്യാനുണ്ട്. നല്ലതുപോലെ നല്ല സ്റ്റാമിന വേണം കയറി വരാൻ. ഇതാണ് ട്രക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കയറിയ സ്ഥലം. അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, നല്ല കിതപ്പായിരുന്നു. കാരണം നല്ല റിസ്ക്കാണ് ട്രക്ക് ചെയ്ത് കയറാൻ. രണ്ട് സൈഡിലും കാടാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വണ്ടി ഇവിടെ കൊണ്ട് കയറുന്നു. ഇവിടെ വണ്ടി കൊണ്ട് കയറിയ വണ്ടികളാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടി തന്നെ ഇവിടുത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വണ്ടി കൊണ്ട് കയറി എല്ലാവരും. നല്ല സ്ട്രോങ് ട്രക്കിംഗ് ആണ്. പക്ഷേ 2 കിലോമീറ്റർ നമ്മൾ താഴോട്ട് ട്രക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ വരണമെങ്കിൽ ഒരു രാവിലെ തന്നെ വരിക. ഒരു 7 മണിക്ക് മുമ്പെങ്കിലും മുകളിലെത്താൻ ശ്രമിക്കുക. അതിനുശേഷം എത്തിയാൽ നല്ല വെയിലായിരിക്കും. കാരണം ഇപ്പം തന്നെ നല്ല വെയിലായി തുടങ്ങി. നമ്മൾ മുകളിലെത്തി കുറച്ച് അവിടേക്ക് ഇരുന്ന്, അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറി തൊഴുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ബൈക്ക് കൊണ്ട് കയറുന്നവർ നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ചെറിയൊരു വീഴ്ച വീണാൽ മതി. നമുക്ക് പിന്നെ നമ്മളെ റൈഡ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം മാക്സിമം നിങ്ങൾ നടന്നു തന്നെ വരാൻ ശ്രമിക്കുക. പിന്നെ ട്രക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ കൂടെ വരാതിരിക്കുക. വയ്യടാ ഇനി അങ്ങോട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുന്നവർ വരാതിരിക്കുക മാക്സിമം.
നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്ന സമയത്ത് താഴെ നല്ലപോലെ നോക്കുക. കാരണം ചിലപ്പോൾ അട്ടയൊക്കെ കാണും, നമ്മളെ കാലിൽ കയറി കടിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നോക്കണം നിങ്ങൾ. പിന്നെ നിങ്ങൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സ്ഥലം തന്നെയാണ്. നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു വാട്ടറൊക്കെ കാണാം. അത് എന്താണെന്ന് മനസ്സിലായില്ല. നല്ല കുഴി കാണും, ആരും ചാടിക്കളയിൽ. പിന്നെ നമുക്ക് മുകളിൽ വന്നിട്ട് നല്ലൊരു ശ്രദ്ധിക്കുക, നല്ല കാറ്റുണ്ട്. പിന്നെ താഴെ വീണാൽ നമ്മളെ ജീവിതം അതോടുകൂടി തീരും. അപ്പം എല്ലാം നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ ഈ ട്രക്കിങ്ങൊക്കെ ഇറങ്ങുക. നമ്മളൊരു ടീമായിട്ട് ഇറങ്ങുക, അതാണ് നല്ലത്. ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും പറ്റിപ്പോയാലും ആരും അറിയില്ല. ഇങ്ങനെ ടീംസായിട്ട് ഇറങ്ങുമ്പം അതിനെ സഹായിക്കാൻ കാണും. കാരണം ഇതൊക്കെയാണ് വഴി. ഇതിലേക്കാണ് ബൈക്കുകൾ കൊണ്ട് കയറുന്നത് ഓരോരുത്തർ. അപ്പം എത്രത്തോളം റിസ്ക് ആണെന്ന് മനസ്സിലാവുമല്ലോ. നമുക്കിവിടെ നിന്ന് അപ്പുറത്ത് മലയൊക്കെ കാണാം. ഇവിടെ നല്ല വെയിലാണെങ്കിൽ അവിടെ നല്ല ഫോഗാണ്. നല്ല ഫോഗ് അവിടെ നിൽക്കുകയാണ്, നല്ല കോട ഇറങ്ങി നിൽക്കുകയാണ്. പലർക്കും തോന്നാം എന്തുകൊണ്ട് മാസ്ക് നടക്കുന്നതെന്ന്. മാസ്ക് ഇട്ടാൽ നമുക്ക് നല്ല കിതപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് മാസ്ക് ഇല്ലാതെ അതൊക്കെ ഇറങ്ങിയാൽ മതി. കാരണം മാസ്ക് ഇട്ടാൽ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതാണ് ഞാൻ താഴെ നോക്കുന്നത്. നല്ല നല്ല കല്ലാണ് കിടക്കുന്നത്. നോക്കി ഇറങ്ങി ചിലപ്പോൾ താഴെ ഉണ്ടടിച്ച് വീഴും. അപ്പം നിങ്ങൾ മാസ്ക് താത്ത് വെച്ചിട്ട് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കിതപ്പുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ വയ്യാത്ത വരുന്ന മാക്സിമം കയറാതിരിക്കുക, കാരണം അത്രത്തോളം ഇതാണ്. പിന്നെ നമ്മളെ ബാക്കിൽ സീനറിയൊക്കെ അടിപൊളിയാണ്, നല്ല വൈബാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. ഇതാണ് അതിൻ്റെ താഴോട്ടുള്ള പറഞ്ഞ വഴിയിലുള്ള ഓഫ് റോഡ്. നമുക്കതിനകത്ത് 4x4 വണ്ടിയൊക്കെ കയറി വരും. പക്ഷേ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ബൈക്കുകാർ കയറി പോകരുതെന്ന്. കാരണം ആക്സിഡൻ്റ് ആവാൻ 100-110% ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കല്ലൊക്കെ നിൽക്കുന്നത്. അതായത് വണ്ടി പെട്ടെന്ന് തൊലഞ്ഞു പോകും, നശിച്ചു പോകും പെട്ടെന്ന്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും എൻ്റെ വ്യൂസിൻ്റെ അടുത്തും കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇനി ഒരു കുറച്ച് ദിവസം കുറച്ച് മോട്ടോർ ബ്ലോഗിങ്സൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. പറ്റുന്നത് പോലെ മോട്ടോർ ബ്ലോഗ് ചെയ്യും. പിന്നെ നമ്മൾ വണ്ടിയിൽ കുറച്ച് സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ചാർജർ, അങ്ങനെ കുറച്ച് ഐറ്റംസ്, അതിനെല്ലാം വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ മറക്കാതെ എല്ലാ വീഡിയോസും കാണുക. കണ്ട് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. അതുതന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും വീണ്ടും പറഞ്ഞാലും പലരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ല, കാരണം ഫോളോവേഴ്സൊക്കെ നല്ല കുറവാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ടിന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം പറ്റുന്ന പോലെ കഴിവ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ആണ്, അമ്മാതിരി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാരണം നമുക്ക് വരുന്ന റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാഴ്ച അടിപൊളിയാണ്. സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് നല്ലൊരു ട്രക്കിങ്, നല്ലൊരു പ്രകൃതിയോട് ചേർന്ന് ഇടപെരുകി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാളിമല. നമുക്ക് ഇനിയുണ്ട് കുറച്ച് ദൂരം നടക്കാൻ. ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി. ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെയാണ് പോകുന്നത് മുകളിലോട്ട്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബൈക്ക് കൊണ്ട് മുകളിലോട്ട് പോകരുതെന്ന്. പിന്നെ ഇവിടെ വൈകുന്നേരം 6 മണി മുതൽ 6 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് പിന്നെ എല്ലാവരും താഴെത്തി, എല്ലാവരും തളർന്ന് അവശരായി താഴെത്തിയിരിക്കുകയാണ്.